ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹണി റോക്ക് ട്രീ, അതായത് ഇവിടെ ഒരു പാറയുണ്ട്, വലിയ മലയാണ്. അപ്പോൾ ആ മലയിൽ ആ പാറയിൽ തന്നെ തേനീച്ച കൂടുകളാട്ടോ, ഇഷ്ടം പോലെ തേനീച്ച കൂടുകളാണ്. ഇപ്പോൾ ആ തേനീച്ച കൂടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ തേനാട്ടോ, തേൻ സഞ്ചികളാണ് ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നത്. അപ്പോൾ ഇച്ചിരി ദൂരെ ഞാനപ്പോൾ അത് സൂം ചെയ്യണതാണ്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ ഭയങ്കര അത്ഭുതമാട്ടോ. ഈ പാറയുടെ അടിയിലൊക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? അത് ഇങ്ങനെ തേൻ സഞ്ചികളാട്ടോ, അതെല്ലാം തേനാണത്. അത് എടുക്കാൻ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഇവിടെ നിന്ന് തേനെടുക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ആളുകൾ ഈ മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ തേനെടുക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ അത് നിരോധിച്ചിരിക്കുക കേട്ടോ, തേനെടുക്കൽ ഇങ്ങനെ പാറയമേ കയറിയിട്ട്. അപ്പോൾ എന്ത് അത്ഭുതമല്ലേ, തേനീച്ച മരങ്ങളിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ സാധാരണ കൂട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കൂണ് മുട്ടിട്ട് നിൽക്കുന്ന പോലെ തേനീച്ച സഞ്ചികൾ ആദ്യമായിട്ടോ ഞാൻ കാണുന്നത്. അപ്പോൾ അത് കാണാനുള്ള സ്ഥലമാണിത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വേറൊരു പാറക്കൂട്ടത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കണതാണ്. ഒരു പ്രത്യേക ഫീലാട്ടോ അത്. പണ്ടുള്ള മുനിമാരൊക്കെ ഇങ്ങനെ ഗുഹകളിൽ പോയിരുന്നിട്ട് തപസ് ചെയ്തു എന്നൊക്കെ ആ ഒരു ഫീലാട്ടോ ഇതിൻ്റെ അകത്തേക്കൊക്കെ കയറുമ്പോൾ. ഒരു പ്രത്യേക സുഖമുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അവർ. ഇതിനകത്ത് അപ്പോൾ മക്കൾ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് കയറാണ്. അപ്പോൾ ഇത് നല്ല ഹൈറ്റുള്ള ഒരു വലിയ മല പോലെയാട്ടോ ഇത്. അതിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെ മടക്കായിട്ട് നമ്മൾ അതിൻ്റെ അകത്താണ് ഇപ്പോൾ നമ്മൾ കയറി നിൽക്കുന്നത്. ഇത് പുറത്തുനിന്ന് ആരെങ്കിലും ഇങ്ങനെ വീഡിയോ എടുത്ത് തരുമ്പോഴാണ് നമ്മളിതിൻ്റെ അകത്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ തന്നെ വീഡിയോ എടുക്കണോണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെയാണല്ലോ, അപ്പോൾ അത്ര ഒരു ഫീൽ അങ്ങനെ കിട്ടില്ല. എങ്കിലും കാണുമ്പോൾ അറിയാമല്ലോ. നല്ലൊരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത്. ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലം. അങ്ങനെ ഞാൻ കുറേ നേരം മക്കളും ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇവരോട് കയറി നിൽക്ക്, ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരതിൻ്റെ അകത്തേക്ക് കയറിപ്പോണതാണ്. അപ്പോൾ തിരിച്ചിറങ്ങാൻ നേരത്ത് അതിൻ്റെ മുകളിൽ തല മുട്ടാതെ വേണം, നമുക്ക് സൂക്ഷിച്ച് വേണം ഇറങ്ങി വരാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ പ്രകൃതിയിൽ എന്തെല്ലാം കാഴ്ചകളുണ്ടല്ലേ നമ്മുടെ ചുറ്റും, നമ്മളറിയാത്ത കാണാത്ത കാഴ്ചകൾ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിന്. അങ്ങനെ കുറേ നേരം അവിടെ നിന്നതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് സ്ട്രോബെറി ഫാമാട്ടോ ഇത്. ഇവിടെ സ്ട്രോബെറി കൃഷി ഒക്കെയാണ്. പിന്നെ ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ബീൻസ് കൃഷി ചെയ്തേക്കുന്നതാണ്. അത് ഇങ്ങനെ നട്ടിട്ടുള്ളൂ, അത് തൈ മുളച്ച് തന്നെ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കയറി കഴിയുമ്പോഴാണ് സ്ട്രോബെറി കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറേ ഒരു സ്റ്റാൾ പോലെ ഇട്ടിട്ട് ഈ സ്ട്രോബെറിയുടെ ജ്യൂസ്, പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ്, സ്ക്വാഷുകൾ, അങ്ങനെ ഈ തേന്, അങ്ങനെയുള്ള കുറേ പ്രൊഡക്ട്സ് അവിടെ വിൽക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് സ്ട്രോബെറി കൃഷി ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കണത് ഇതിൻ്റെ കൾട്ടിവേഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത് പ്ലാന്റ് ചെയ്തിട്ടുള്ളൂ, അതായത് റീപ്ലാന്റ് ചെയ്തിട്ടുള്ള സമയത്താണ് വന്നേക്കണത്. അതുകൊണ്ട് നമുക്കിതിൻ്റെ ഫ്രൂട്ട്സും തൈ കിടക്കണമൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ തൈകൾ മുളച്ച് വരണ സമയമാണ്. അപ്പോൾ ഇനി ഇത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വേണം, ഇതിൽ കായൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതിങ്ങനെ പ്ലാന്റ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഈ വന്ന സീസൺ അങ്ങനത്തെ സമയമായിപ്പോയി. പിന്നെ അതൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് പോവാം കേട്ടോ. ഇനി നമുക്ക് ഈ കാണുന്ന മലകൾ കണ്ടോ, അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ പച്ചപ്പ് ഇങ്ങനെ തോട്ടം പോലെ കാണാം. അവിടെ വെളുത്തുള്ളി, ക്യാരറ്റ് അതൊക്കെ കൃഷി ചെയ്തേക്കണ സ്ഥലങ്ങളാണ്. പിന്നെ നമ്മൾ ആദ്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഭ്രമരം പോയിൻ്റ്, ആ ഒരു പോയിന്റിലാണ് ഇപ്പോൾ. ഇനി താഴേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവിടെയും കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഏറുമാടങ്ങളും ഒരു വലിയ ഗ്രൗണ്ടും അവിടെ കുതിര സവാരി, അങ്ങനെ കുറേ കാഴ്ചകൾ അവിടെയുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളെയും കൊണ്ടൊക്കെ മാഷ്മാരൊക്കെ വന്നിട്ട് അവർ ഏർമാടത്തിൽ കയറിയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ കാണുന്ന കമ്പിവേലി ഉണ്ടല്ലോ, ഈ കമ്പിവേലിയാണെങ്കിൽ സന്ധ്യ ആകുമ്പോഴത്തേനും ഇതിനകത്തേക്ക് ചെറിയ രീതിയിൽ കറണ്ട് ഇടും. അപ്പോൾ സന്ധ്യയ്ക്ക് ഇപ്പോൾ ഞങ്ങൾ വരുമ്പോൾ സന്ധ്യ ആവാനായിട്ടുണ്ട്, 5:30 5:45 ആയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് പോരുമ്പോൾ ഞങ്ങളോട് ഇങ്ങനെ പറയണ്ടായി, നിങ്ങൾ ആ വേലിയിൽ ടച്ച് ചെയ്യാതെ പോകണമെന്ന്. കാരണം രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ നിറയെ ആനകളും പന്നികളൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഒരു ഷോക്ക് ഇടണതാണ് അവർ ഒന്ന് പേടിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ പ്ലാന്റ്സൊക്കെ ആദ്യമേ നല്ല പൂന്തോട്ടമായിരുന്നു ഇവിടെ. അതൊക്കെ ഉണങ്ങിയിട്ട് ഇപ്പോൾ ഡാലിയൊക്കെ പൂത്തൊക്കെയുണ്ട്, റോസ, പലതരം റോസയൊക്കെ ഈ കാടിൻ്റെ ഉള്ളിൽ കാണാം കേട്ടോ. പിന്നെ ഇത് എന്തോ കാട്ടുചെടിയാണ്, ബലൂൺ പോലെ. അതിൻ്റെ കായാണോ പൂവാണോ എന്താണോ അങ്ങനെ ഉണ്ടയായിട്ട് കാണാം. അങ്ങനെ അതൊക്കെ കണ്ട് താഴേക്ക് പോവാണ്. പിന്നെ ഇതിനകത്ത് മാതള നാരങ്ങയുടെ കൃഷിയായിരുന്നു ആദ്യം. അതിൻ്റെയൊക്കെ ഓരോ അവശിഷ്ടങ്ങൾ അവിടെ കാണാനുണ്ട്.
മാതളം കായൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ കണ്ടു കുട്ടികൾ ഭയങ്കര സൗണ്ടാട്ടോ. ഇവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. കുട്ടികളും സാറന്മാരും ഒക്കെ ഏർമാടത്തിൽ കയറുന്നു, ഫോട്ടോ എടുക്കുന്നു, ഒച്ച എടുക്കുന്നു, ആർപ്പ് വിളിക്കുന്നു. ഭയങ്കര സൗണ്ടാണ്. ഞാനതൊക്കെ മ്യൂട്ട് ചെയ്തിട്ടേക്കാണ്. ഈ കാണുന്നതൊക്കെ ഇഞ്ചിപ്പുല്ലാട്ടോ. ഈ ഇഞ്ചിപ്പുല്ല് വാറ്റി പുൽത്തൈലം ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇത് പുൽത്തൈലം ഉണ്ടാക്കണ ഒരു വാറ്റുപുര അതിൻ്റെ അപ്പുറത്തുണ്ട്. ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. പിന്നെ ഇതൊരു പേരയാണ്, മുന്തിരിപ്പേര് അങ്ങനെ എന്തോ പേരയാണത്. പിന്നെ ഇവിടെ കുട്ടികളുടെ വൈബൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ആസ്വദിച്ച് നിന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ പോകാനേ പറ്റില്ല കേട്ടോ, ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ പിന്നീട് അത് ഏർമാടത്തിൽ പോയി കയറിയിട്ടൊക്കെ ഉണ്ട്. ഇപ്പം അങ്ങോട്ട് പോയില്ല ഞാൻ. അപ്പം നേരെ പുൽത്തൈലുണ്ടാക്കണ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലൊരു കുടിൽ പോലെ കെട്ടിയിട്ട് പുല്ലൊക്കെ മേഞ്ഞ് നല്ലൊരു പണ്ടത്തെ ഓർമ്മ തരണ ഒരു കുടിൽ അവിടെ ഉണ്ട്. അത് അവരുടെ വാറ്റുപുര കേട്ടോ. അപ്പോൾ അതിനകത്താണ് പുൽത്തൈലം ഉണ്ടാക്കണത്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ടാണ് പോണത്. അപ്പോൾ അതിന് അങ്ങോട്ടേക്ക് പോണ വഴിക്ക് ഇങ്ങനെ നല്ല നല്ല ചെടികളും പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ചെടികളും പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് സ്റ്റക്കാവില്ല. അപ്പോൾ കുറേ നേരം അതൊക്കെ വീഡിയോ എടുത്തു. ഇവിടെയും എന്തൊക്കെയോ കൃഷി ചെയ്തിട്ടിട്ടുണ്ട് അവർ. ഇതെല്ലാം ഇങ്ങനെ നട്ട് എടുത്തേക്കണ സമയമാണ് ഇപ്പോൾ. നല്ല ഭംഗിയാട്ടോ. ഇവിടെ നല്ല കാറ്റാണ്. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ കാറ്റ് തഴുകി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സുഖമാണ് ഇവിടെ നിൽക്കാൻ തന്നെ. അപ്പോൾ ആ പൂക്കളൊക്കെ വെറുതെ കമ്പ് നട്ട് വെച്ചാൽ മതി, ആ മാതിരി പൂ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ എന്തോരം പരിപാലിച്ചാലല്ലോ ഒരു പൂ ഉണ്ടായി കിട്ടാൻ. അപ്പം ഞാൻ ആ കുടിയിൽ കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കട്ടെ. അപ്പോൾ അതിനകത്താണ് ഈ പുല്ല് വാറ്റണത്. അപ്പോൾ അതിൻ്റെ തൈലമൊക്കെ ആയിട്ട് പുറത്തേക്ക് വരുന്നത് അതിൻ്റെ ഔട്ട് സൈഡിലാണ്, അതായത് പുറത്താണ്. ഇത് വാറ്റ് നടക്കുന്നത് ഈ അകത്താണ്. അപ്പോൾ ഇവിടെ പാഷൻ ഫ്രൂട്ടും മരത്തക്കാളിയൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ്റെ അതിനെപ്പറ്റി വിശദമായിട്ടൊക്കെ പറഞ്ഞൊക്കെ തരുന്നുണ്ട് കേട്ടോ. കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചേട്ടൻ പറയണുണ്ട്. അപ്പോൾ ഇതുണ്ട് ഇങ്ങനെ ഒരു വലിയ നമ്മുടെ വലിയൊരു ഓവൻ പോലെ ബോർബേന്നായിട്ട് ഇതിന് പറയണത്. അപ്പോൾ അവിടെ ഇങ്ങനെ നന്നായിട്ട് തീ കത്തിക്കണം. തീ ഇങ്ങനെ നിർത്താതെ കത്തിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് മുകളിൽ ഇങ്ങനെ നീരാവി അടിച്ചിട്ട് അതാണ് പുറത്തേക്ക് ഇങ്ങനെ തൈലായിട്ട് പോണത്. ഈ പുല്ലും ഇട്ടിട്ടാണ് ആ വലിയ ഡ്രമ്മിനകത്തേക്ക് പുല്ല് ഇട്ടിട്ടാണ് അതിൻ്റെ നീരാവിയാണ് അവിടെ സ്റ്റോർ ചെയ്തിട്ട് ഈ പുറത്തേക്ക് വരുന്നത്. ഇവിടെ മൂന്ന് തരമായിട്ട് തിരിഞ്ഞു ഏറ്റവും താഴെ വെള്ളമും സെൻട്രൽ മറ്റും ടോപ്പിൽ തൈല് നിൽക്കും, തെളിഞ്ഞ് കിടക്കും മുകളിൽ. എന്നിട്ട് ഈ സാധനം വെച്ച് ഞങ്ങൾ തൈല് മാത്രം നോക്കി കോരി എടുക്കും. ഇത് പോകുന്നത് വെള്ളം മാത്രം. വെള്ളം ഈ വെള്ളം വേസ്റ്റ് വെള്ളം എന്ന് ആലോചിക്കരുത്. ആ വെള്ളം എടുത്ത് നമ്മുടെ ഫോട്ടോയിൽ പിടിച്ചു വെച്ചിട്ട് കുളിക്കുന്ന വെള്ളത്തിൽ ഒഴിച്ച് കുളിച്ചാൽ നമ്മുടെ ശരീരത്തിന് നല്ലത്, ഉടമയ്ക്ക് നല്ലതന്നെ. എന്താ കാരണം തൈര് കൊഞ്ചം കൂടെ വെളിയിൽ പോകും, പുറത്ത് പോകില്ല, ഒരു തുള്ളി പോലും പുറത്ത് പോകത്തില്ല. ഇവിടെ നിന്ന് ചേരുമ്പോൾ മൂന്ന് തരമായിട്ട് തിരിഞ്ഞു നിൽക്കുള്ളൂ. ഏറ്റവും നല്ല വെള്ളമും സെൻട്രൽ മറ്റും ടോപ്പിൽ തൈല് ആകമൊത്തം ഒരു ചെമ്പ് വാറ്റെടുക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് ഒരു 200 മില്ലിയെ കിട്ടുള്ളൂ ഒരു ചെമ്പ് ഒരു ദിവസം. പിന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കിട്ടും. അപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ ചീരയോ ചെടികളൊക്കെ വേറെയും നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടങ്ങനെ നടന്ന് പോവുകയാണ്. നല്ല ഭംഗിയായിട്ട് ഇവിടെ നട്ട് ചെമ്പരത്തി കൊണ്ട് ഇങ്ങനെ മതിൽ പോലെ കെട്ടിയിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ നിർത്തിയൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു മതിലിൻ്റെ ആവശ്യം പോലും ഇല്ല ശരിക്കും. നമുക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനിങ്ങനെ ആലോചിക്കാം കേട്ടോ. പിന്നെ ഒരു എൻട്രൻസ് പോലെ അവരിങ്ങനെ വേറെന്തോ ചെടി പടർത്തി ഇങ്ങനെ കവാടം പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു സുഖമുള്ളൊരു അന്തരീക്ഷമായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് നല്ലൊരു കാറ്റും തണുപ്പും ഒരു നല്ല പൂക്കളുടെയൊക്കെ സ്മെല്ലും ഈ പുൽത്തൈലത്തിൻ്റെ സ്മെല്ലും ഒക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷം. പിന്നെ നമ്മൾ ചെന്ന സമയവും അങ്ങനത്തെയാണല്ലോ. പിന്നെ ഈ കാണുന്ന വേസ്റ്റാണ് കേട്ടോ, അതവർ പുൽത്തൈലുണ്ടാക്കിയതിൻ്റെ ബാക്കി പുല്ലിങ്ങനെ വൈക്കോല് പോലെയായിട്ട് വേസ്റ്റാണത്. അതിങ്ങനെ ഇനി ആവശ്യമൊന്നുമില്ല, അത് പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും വൈക്കോല് പോലെ. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.